പശ്ചിമേഷ്യ സംഘർഷഭൂമിയാക്കി ഇന്ത്യയുടെയും ചൈനയുടെയും വളർച്ച തടയാനാണ് അമേരിക്കയുടെ ശ്രമമെന്ന് പറയുകയാണ് ഇറാൻ. ഇന്ത്യയും ചൈനയും ആഗോള ശക്തിയായി വളരുന്നത് തടയുക എന്നതാണ് ഇറാനിലെ സംഘർഷത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്നും ഇന്ത്യയിലെ ഇറാന്റെ ഔദ്യോഗിക പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പറഞ്ഞു. ANAക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും ചൈനയും തങ്ങൾക്ക് തുല്യ ശക്തികളായി വളരുന്നത് US-ന് താൽപ്പര്യമുള്ള കാര്യമല്ല. എന്നാൽ ഭാവിയിൽ ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക എന്നീ രാജ്യങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രങ്ങൾ. പക്ഷേ US-ന് അങ്ങനെ ഒരു പങ്കാളികളെ ആവശ്യമില്ല എന്നും ഹക്കീം ഇലാഹി പറഞ്ഞു. ഇറാനല്ല, അമേരിക്കയും ഇസ്രയേലും ചേർന്നാണ് യുദ്ധം ആരംഭിച്ചത്. ഇറാൻ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. യുദ്ധം ആരംഭിച്ചത് അമേരിക്ക ആയതിനാൽ അത് അവർ തന്നെ അവസാനിപ്പിക്കണമെന്നും ഇലാഹി കൂട്ടിച്ചേർത്തു. ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയുമായി ചർച്ച നടന്നു വരികയായിരുന്നു. ഒരു സംയുക്ത പ്രസ്താവന നടത്താനിരിക്കെയാണ് US-ഉം ഇസ്രയേലും തങ്ങളെ ആക്രമിച്ചത്. പക്ഷേ അമേരിക്കയുമായി ഇപ്പോഴും ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ ആ ചർച്ചകൾ അന്തസ്സുള്ള രീതിയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. US ഉപരോധങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകുകയും വീണ്ടും ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്താൽ ചർച്ചയാകാമെന്നും ഇലാഹി വ്യക്തമാക്കി. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകം ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും ഇലാഹി പറഞ്ഞു. ഇന്ത്യയോട് ആഴത്തിലുള്ള ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഖമനേയി എന്നും ഇലാഹി കൂട്ടിച്ചേർത്തു. ഖമനേയി ഇന്ത്യയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ. എന്നെ കാണുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാളെ കാണുമ്പോഴും അദ്ദേഹം ഇന്ത്യക്കാർക്ക് സലാം പറയുമായിരുന്നു. ഇന്ത്യൻ പണ്ഡിതരെ അവരുടെ പേരിൽ തന്നെ അദ്ദേഹത്തിനറിയാം. അതിൽ മതമുണ്ടായിരുന്നില്ല. ഇന്ത്യയുമായി ഇറാന് വലിയൊരു ബന്ധമുണ്ടെന്ന് ഖമനേയി പറയാറുമുണ്ടായിരുന്നു. ഹക്കീം ഇലാഹി പറഞ്ഞു. 5-ൽ താഴെ രാജ്യങ്ങളിൽ മാത്രമേ അദ്ദേഹം ഔദ്യോഗിക പ്രതിനിധികളെ നിയമിച്ചിട്ടുള്ളൂവെന്നും ഹക്കീം ഇലാഹി കൂട്ടിച്ചേർത്തു. ഇറാൻ തങ്ങളുടെ അടുത്ത പരമോന്നത നേതാവായി ആരെ തിരഞ്ഞെടുത്താലും വധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേലും രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റേതാണ് ഈ ഭീഷണി. ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള പദ്ധതി തുടരാനും US-നും സ്വതന്ത്ര ലോകത്തിനും മേഖലയിലെ രാജ്യങ്ങൾക്കും ഭീഷണിയാകാനും ഇറാൻ ജനതയെ അടിച്ചമർത്താനും ഇറാൻ ഭരണകൂടം തെരഞ്ഞെടുക്കുന്ന ഏതൊരു നേതാവിനെയും വധിക്കാൻ ലക്ഷ്യമിടുമെന്നാണ് കാറ്റ്സ് എക്സ് പോസ്റ്റിലൂടെ രംഗത്തെത്തി അറിയിച്ചത്. തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവിന്റെ പേരോ അദ്ദേഹം ഒളിച്ചിരിക്കുന്ന സ്ഥലം എന്താണെന്നതോ പ്രശ്നമല്ല എന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ ലയൺ റോറിന്റെ ഭാഗമായി ഈ ദൗത്യം നടപ്പിലാക്കാൻ താനും പ്രധാനമന്ത്രിയും സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. മേഖലയിൽ വലിയ തോതിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കാറ്റ്സിന്റെ ഈ മുന്നറിയിപ്പും പുറത്തുവരുന്നത്. പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ കെട്ടിടത്തിന് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തിയതായി കാറ്റ്സ് അവകാശപ്പെട്ടു. എന്നാൽ അന്തരിച്ച പരമോന്നത നേതാവിന്റെ മകൻ മുസ്തഫ ഖമേനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.